ഹായ് ഓൾ, നമുക്കിനി DME 2 മൊഡ്യൂൾ 5 ഡിസൈൻ ഓഫ് വി ബെൽറ്റിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. സെലക്ട് എ വി ബെൽറ്റ് ഡ്രൈവ് ടു കണക്ട് എ 15 kW 2880 RPM motor to a centrifugal pump running at approximately 2400 RPM for a service of 18 hours per day. The center distance should be approximately 400 mm. Assume the pitch diameter of the driving pulley as 125 mm. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് ഗിവൺ ഡേറ്റ നമുക്ക് എടുത്തെഴുതാം. ഇതിൻ്റെ ക്വസ്റ്റ്യനകത്ത് വി ബെൽറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പവർ 15 kW തന്നിട്ടുണ്ട്, അതെടുത്തെഴുതി. ദെൻ 2880 RPM മോട്ടറാണ് നമ്മുടെ ഡ്രൈവിംഗ് ഷാഫ്റ്റ്. അപ്പോൾ ഡ്രൈവിംഗ് മോട്ടറാണ് നമ്മുടെ 2800 RPM. അത് NS എന്നാണ് എഴുതുന്നത്, അതായത് സ്മാളർ പുള്ളിയാണ്. അപ്പോൾ അവിടെ ആയിരിക്കും സ്പീഡ് കൂടുതൽ. അത് 2880 RPM ഉണ്ട്. ദെൻ അത് കണക്ട് ചെയ്തേക്കുന്ന ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിലേക്കാണ്. അതിൻ്റെ സ്പീഡാണ് 2400 RPM. അത് NL എന്നാണ് എഴുതിയേക്കുന്നത്, ലോങ്ങർ പുള്ളിയാണ്. അവിടെ ഡ്രൈവിംഗ് ഷാഫ്റ്റിനേക്കാട്ടിലും ഡ്രൈവർ മോട്ടറിനേക്കാളും സ്പീഡ് കുറവായിരിക്കും, അതുകൊണ്ടാണ് അതിന് NL എന്ന് എഴുതിയേക്കുന്നത്. ലോങ്ങർ പുള്ളിയാണെങ്കിൽ സ്പീഡ് കുറവായിരിക്കും. NL 2400 RPM. പിന്നെ തന്നേക്കുന്നത് ഇത് വർക്ക് ചെയ്യുന്നത് 18 hours per day എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സർവീസാണ് 18 hours per day എന്ന് എഴുതിയിരിക്കുന്നത്. ദെൻ സെൻട്രൽ ഡിസ്റ്റൻസ്, ഇത് രണ്ട് മോട്ടറുകൾ അല്ലെങ്കിൽ രണ്ട് ഡിവൈസുകൾ തമ്മിലുള്ള സെൻട്രൽ ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ്ലി 400 mm എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഗിവൺ ഡേറ്റാസ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് റേഷ്യോ I എടുത്തെഴുതാം. I എന്ന് പറയുന്നത് എപ്പോഴും 1 കൂടുതലായിരിക്കും, അതായത് NS/NL ആയിരിക്കും 1.2. അപ്പോൾ 2880 മേളിലും 2400 താഴെയുമാണ്, അപ്പോൾ 1.2 എന്ന് വരും. അതാണ് I. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ പ്രിലിമിനറി ഡിസിഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയും പ്രത്യേകിച്ച് മെറ്റീരിയൽസ് ഉള്ളതും പറഞ്ഞിട്ടില്ല. അപ്പോൾ പുള്ളി നമുക്ക് കാസ്റ്റ് അയൺ ആയിട്ട് അസ്യൂം ചെയ്യാം. പിന്നെ ഇവിടെ തന്നേക്കുന്നത് ഇവിടുത്തെ പവർ ആൻഡ് കോമ്പിനേഷൻ ഓഫ് ഡ്രൈവിംഗ് ആൻഡ് ഡ്രിവൺ മെമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു മോട്ടറാണ് സെൻട്രിഫ്യൂഗൽ പമ്പിനെയാണ് കറക്കുന്നത്. അപ്പോൾ ടേബിൾ 322 14.19 എന്നുള്ള പേജിൽ പോവുക. അവിടെ കോളം 5 സ്റ്റാർട്ടിങ് തൊട്ടുള്ള കോളം എടുത്തിട്ട് അതിൽ 5ാമത്തെ കോളം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിനകത്ത് 18 hours per day എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പമ്പെന്നുള്ള ഒരു ഡ്രിവൺ മെമ്പേഴ്സിൻ്റെ കുറേ ഡീറ്റെയിൽസാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ പമ്പ് എവിടെയാണെന്ന് നോക്കുക. അതിൽ 18 hours per day ഓപ്പറേറ്റിംഗ് കണ്ടിന്യൂസ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള KS വാല്യൂ, അതായത് നമ്മൾ എടുത്തെഴുതണം. അപ്പോൾ 1.2 എന്നിട്ട് നിങ്ങൾ ആ സ്റ്റാർട്ടിങ് തൊട്ടുള്ള കോളത്തിൽ എണ്ണി നോക്കുക. 5ാമത്തെ കോളത്തിൽ KS 1.2. അതിൻ്റെ എടുക്കേണ്ടത് 18 hours per day കണ്ടിന്യൂസ്ലി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും KS കിട്ടും. then അടുത്ത സ്റ്റെപ്പ് ഡിസൈൻ പവർ PD കണ്ടുപിടിക്കണം. PD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നേക്കുന്ന പവർ ഇൻറ്റു KS. അപ്പോൾ 15 kW ഇൻറ്റു 1.2 കിട്ടുമ്പോൾ 18 kW എന്ന് കിട്ടും. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് സെലക്ഷനാണ്. ബെൽറ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന കയ്യിലുള്ള ഡീറ്റെയിൽസൊക്കെ വെച്ച് ബെൽറ്റ് ഒരെണ്ണം സെലക്ട് ചെയ്യുക. പേജ് നമ്പർ 314 എടുക്കുക. 14.14 ടേബിൾ എടുക്കുക. അവിടെ നമുക്ക് PD, അതായത് ഡിസൈൻ പവർ എന്ന് പറഞ്ഞാൽ 18 kW കിട്ടിയിട്ടുണ്ട്. അവിടെ ആ ടേബിളിൽ ഒരു റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ബെൽറ്റ് ABCD എന്നുള്ള ടൈപ്പുകളുണ്ട്. അതിൽ ഈ റേഞ്ച് എവിടെയാണെന്ന് നോക്കുക. 10 to 70 kW റേഞ്ച് നോക്കുക. അതിനിടയ്ക്കാണ് നമ്മുടെ 18 kW വരുന്നത്. അപ്പോൾ അത് C എന്ന ബെൽറ്റിൻ്റെ ഡീറ്റെയിൽസിന് അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെയുള്ള ബെൽറ്റ് നമ്മൾ C ആയിട്ട് എടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോമിനൽ ടോപ്പ് വിഡ്ത്ത് വാല്യൂ എടുക്കുന്നു, നോമിനൽ തിക്നെസ് വാല്യൂ എടുക്കുന്നു, മാക്സിമം വെലോസിറ്റി എടുത്തെഴുതുന്നു. പിന്നെ നമുക്ക് തന്നേക്കുന്ന മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിച്ച് ഡയമീറ്റർ ഓഫ് പുള്ളി D എന്ന് പറഞ്ഞാൽ 125 ആണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അസ്യൂം പിച്ച് ഡയമീറ്റർ ഓഫ് ദി ഡ്രൈവിംഗ് പുള്ളി 125. അപ്പോൾ ആ വാല്യൂ എടുത്തെഴുതി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് C ടൈപ്പ് ബെൽറ്റാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പേജ് നമ്പർ 326 14.2
14.22 നോക്കുകയാണെങ്കിൽ സി എന്നുള്ള ബെൽറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 125 ഡയമീറ്റർ 125ന് കറസ്പോണ്ടിങ് ആയിട്ട് സിയുടെ നേരെ നോക്കുകയാണെങ്കിൽ അവിടെ പ്രിഫറൻസുകളൊന്നും കൊടുത്തിട്ടില്ല. അതായത് സിൻസ് ദ ബെൽറ്റ് ടൈപ്പ് സി ഡസ് നോട്ട് ഹാവ് എനി പ്രിഫറൻസ് ബേസ്ഡ് ഓൺ ദി ഗിവൺ പിച്ച് ഡയമീറ്റർ 125. 326 പേജ് നമ്പറിൽ 14.22 ടേബിളിൽ ഡയമീറ്റർ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ കോളത്തിൽ 125 mm. അതിന് കറസ്പോണ്ടിങ് സി നോക്കുകയാണെങ്കിൽ അവിടെ പ്രിഫറൻസ് വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ വരുവാണെങ്കിൽ തൊട്ടടുത്ത ബെൽറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ ദ നെക്സ്റ്റ് ലോവർ ബെൽറ്റ് ടൈപ്പ് ഹാസ് ടു ബി ചോസ്. അപ്പോൾ ബെൽറ്റ് ബി ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. 125 എന്നോട് കറസ്പോണ്ടിങ് ആയിട്ട് പ്രിഫറൻസുകളൊന്നും സിക്ക് ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത ലോവർ ടൈപ്പ് ബെൽറ്റ് ബി സെലക്ട് ചെയ്യുന്നു. പേജ് നമ്പർ 314 പോവുക. 14.14 നമ്മുടെ ബെൽറ്റ് ബി ബെൽറ്റ് ഉണ്ടാവും. ആ ബി ബെൽറ്റിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എല്ലാം സിയുടെ എഴുതിയതുപോലെ എടുത്തെഴുതിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഇനി ബെൽറ്റ് എന്ന് പറയുന്നത് ബി ആയിരിക്കും. Therefore സ്റ്റാൻഡേർഡ് പിച്ച് ഡയമീറ്റർ ഫോർ ബി ബെൽറ്റ് സൈസ് ഈസ് ഡി 125 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പേജ് നമ്പർ 326 14.22 ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ 125ന് കറസ്പോണ്ടിങ് ആയിട്ട് ബി ബെൽറ്റിന് അവിടെ പ്രിഫറൻസ് 2 ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് എടുക്കാം. അടുത്ത നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിച്ച് ഡയമീറ്റർ ഓഫ് ദി ഡ്രിവൺ പുള്ളി. പേജ് നമ്പർ 292 14.9 ബിയുടെ ഇക്വേഷൻ നോക്കുക. അതിനകത്ത് ക്യാപിറ്റൽ ഡി ഈക്വൽ ടു സ്മോൾ ഡി ഇൻറ്റു ഐ ആണ്. അവിടെ ഒരു എപ്സിലോൺ വാല്യൂ ഉണ്ട്, അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുക. ബാക്കിയുള്ളത് ഡി 125 ആണ്, ഐ 1.2 ആണ്. അപ്പോൾ ഡി ക്യാപിറ്റൽ ഡി, അതായത് പിച്ച് ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി. നേരത്തെ ഡ്രൈവിംഗ് പുള്ളി ആയിരുന്നു തന്നിരുന്നത്, ഡ്രിവൺ പുള്ളിയാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. 150 mm, ക്യാപിറ്റൽ ഡി 150 mm തന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് നമുക്ക് നോക്കാം. പേജ് നമ്പർ 326 14.22 നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രിഫറൻസ് 2 എന്നുള്ളത് കാണാൻ പറ്റും. സ്റ്റാൻഡേർഡ് സൈസ് എടുത്ത് നോക്കുക. സ്റ്റാൻഡേർഡ് സൈസ് ഡ്രൈവർ പുള്ളിയുടെ നമ്മൾ ഗിവൺ ഡേറ്റ് തന്നിട്ടുണ്ട് 125, ഡ്രിവൺ പുള്ളിയുടെ 150 mm ആയിരിക്കും. ദെൻ നമുക്ക് റിവൈസ്ഡ് വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. ഐ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി, ഐ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. 150 മുകളിൽ 125 താഴെ 1.2 എന്ന് തന്നെ കിട്ടി. അടുത്ത സ്റ്റെപ്പ് ബെൽറ്റ് സ്പീഡാണ്. ഇത് നമുക്ക് അറിയാവുന്ന ജനറൽ ഇക്വേഷനാണ്. പൈ ഡി എൻ ബൈ 60, ഡി യു എന്നൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് 18.85 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് നമ്മുടെ മാക്സിമം വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡിനെക്കാട്ടിലും താഴെയാണ് കിട്ടിയത്. സോ നമുക്കത് കുഴപ്പമില്ല, ഡിസൈൻ ചെയ്യാം. അപ്രോക്സിമേറ്റ് സെൻട്രൽ ഡിസ്റ്റൻസ് ഗിവൺ ഡേറ്റ് തന്നിട്ടുണ്ട് 400 mm. ദെൻ പിച്ച് ലെങ്ത് ഓഫ് ദി ബെൽറ്റ് കണ്ടുപിടിക്കണം. പിച്ച് ലെങ്ത് അത് കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ പേജ് നമ്പർ 295 ഇക്വേഷൻ 14.15 ബിയിൽ ഈ എല്ലിൻ്റെ വലിയ ഇക്വേഷൻ കിടപ്പുണ്ട്. അതിനന്ന് എല്ല് നമുക്ക് കിട്ടും. 1232.14 mm എന്ന് കിട്ടുന്നു. അതിനുശേഷം ഫോർ ബെൽറ്റ് ദ നിയറസ്റ്റ് സ്റ്റാൻഡേർഡ് നോമിനൽ പിച്ച് ലെങ്ത് ഈസ് 1262 ആണ്. അതായത് ഈ എല്ല് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അതിനൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്. പേജ് നമ്പർ 316 14.17 നോക്കുകയാണെങ്കിൽ ബി ബെൽറ്റിന് ഒരു നോമിനൽ സ്റ്റാൻഡേർഡ് പിച്ച് ലെങ്ത് എന്ന് പറഞ്ഞാൽ 1232 നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ 1262 എടുക്കുക. അതിൻ്റെ നോമിനൽ ഇൻസൈഡ് ലെങ്ത് അടുത്ത കോളത്തിലുണ്ട്, അത് 119 mm. അത് ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റെപ്പ് 9 നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് സെൻറ്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. പേജ് നമ്പർ 295 14.15 സിയുടെ ഇക്വേഷൻ ഉണ്ട്, എക്സാക്റ്റ് സെൻറ്റർ ഡിസ്റ്റൻസ്. ഇതെല്ലാം കഴിഞ്ഞ പ്രോബ്ലം ചെയ്യുന്ന പോലെ തന്നെ ആ സിയുടെ ഇക്വേഷൻ്റെ തൊട്ട് താഴെ തന്നെ അതിനകത്തുള്ള വാല്യൂസ് എയുടെ ഇക്വേഷനകത്തുണ്ട്, ബിയുടെ ഇക്വേഷനകത്തുണ്ട്. അപ്പോൾ നമുക്ക് എ കിട്ടും, ബി കിട്ടുന്നു, അതിട്ടെടുത്ത് സി ഇട്ടെടുത്ത് സിയുടെ വാല്യൂ 415 mm. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന അപ്രോക്സിമേറ്റ് സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. ഇത് നമ്മൾ എക്സാക്റ്റ് സെൻറ്റർ ഡിസ്റ്റൻസ് 415 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് കോൺടാക്റ്റ് ഓഫ് ഡ്രൈവർ പുള്ളി. ഇപ്പോൾ ആംഗിൾ ഓഫ് കോൺടാക്റ്റ് ഓഫ് ഡ്രൈവർ പുള്ളി എപ്പോഴും സ്മാളർ പുള്ളി തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അവിടെ സ്പീഡ് കൂടുതൽ. അപ്പോൾ 289 പേജ് 14.17 എടുത്ത് നോക്കുകയാണെങ്കിൽ തീറ്റ എസ് സ്മാളർ പുള്ളി, ഡ്രൈവർ പുള്ളി എപ്പോഴും സ്മാളർ ആയിരിക്കാം, അവിടെ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ തീറ്റ എസ് ആണ് എടുക്കുന്നത്. ആ ഇക്വേഷനകത്ത് കിടപ്പുണ്ട്, അത് ഇട്ട് കൊടുത്ത് തീറ്റയുടെ വാല്യൂ 176 എന്ന് കിട്ടുന്നുണ്ട്. അത് ഗ്രേറ്റർ ദാൻ 120 ആയിരിക്കും. അതാണ് അതിൻ്റെ കണ്ടീഷൻ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് 11ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബെൽറ്റ് കണ്ടുപിടിക്കുക എന്നതാണ്. പേജ് നമ്പർ 295 14.14 നോക്കുകയാണെങ്കിൽ ഈ എൻ ഡാഷിൻ്റെ ഒരു 2 ഇക്വേഷൻ ചേർന്ന് കിട്ടുന്നു. അതിനകത്ത് നമുക്കിനി KW കണ്ടുപിടിക്കാം. KW കണ്ടുപിടിക്കണമെങ്കിൽ പേജ് നമ്പർ 295 14.13 ബി എടുക്കുകയാണെങ്കിൽ ബി ബെൽറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് KWൻ്റെ ഇക്വേഷൻ അതിലുണ്ട്. ആ ഇക്വേഷൻ എടുത്ത് എഴുതുന്നു.
അതിനുശേഷം അതിനകത്ത് നമുക്ക് ഡി ഇ അറിയത്തില്ല, അത് ഇക്വലൻ്റ് പിച്ച് ഡയമീറ്റർ ഡി ഇ ആണ്. ആ ഇക്വേഷനും പേജ് നമ്പർ 14.15 നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡി ഇക്വേഷൻ കെ ഡി ഇൻറ്റു ഡി ആണ്. അപ്പോൾ നമുക്ക് കെ ഡി അറിയത്തില്ല, ഡി നമുക്കറിയാം. അപ്പോൾ 295 ഈ ഇക്വേഷൻ കിടപ്പുണ്ട്. അപ്പോൾ 14.15 എടുക്കുവാണെങ്കിൽ ഐയുടെ ഐ ഡാഷിൻ്റെ വാല്യൂ 1.2 ആണ്. സ്മാളർ ഡയമീറ്റർ ഫാക്ടർ കെ ഡി എന്ന് പറഞ്ഞാൽ സ്മാളർ ഡയമീറ്റർ ഫാക്ടർ, അതിന് 1.2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ ഡി വാല്യൂ 1.07 കിട്ടുന്നു. അതിനുശേഷം നമ്മൾ ഈ ഡിയുടെ ഇക്വേഷനകത്തോട്ട് കെ ഡിയുടെ വാല്യൂ സ്മാളർ പുള്ളിയുടെ ഡയമീറ്റർ ഇട്ട് കൊടുക്കുന്നു. 125 മൾട്ടിപ്ലൈ ചെയ്യുന്നു 133.75 കിട്ടുന്നു. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയുടെ വാല്യൂ 133 എന്ന് കിട്ടി. ബട്ട് ദ മാക്സിമം വാല്യൂ ഓഫ് ഡി ഈസ് 175 ആണ് ബി ബെൽറ്റിന്. അതായത് പേജ് നമ്പർ 295 എടുത്തു 14.13 ബി നോക്കുകയാണെങ്കിൽ ബി ബെൽറ്റിൻ്റെ മാക്സിമം വാല്യൂ 175 mm ആണ്. സോ നമ്മൾ ഇതിനകത്ത് ഡിസൈനുള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ തന്നെ സെലക്ട് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്തു. പക്ഷേ പേജ് നമ്പർ 14.18 ബി എടുത്ത് നോക്കുകയാണെങ്കിൽ ബി ബെൽറ്റിൻ്റെ ഇക്വലൻ്റ് പിച്ച് ഡയമീറ്റേഴ്സ് അതിൽ കിടപ്പുണ്ട്. അതായത് ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ 130, 140, 150, 160, 170, 180 അതിൻ്റെ കോളത്തിൻ്റെ ടോപ്പിലായിട്ട് അതിൻ്റെ വാല്യൂസ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് സ്റ്റാൻഡേർഡ് വാല്യൂ 130, 140, 150 റേഞ്ചാണ്. അപ്പോൾ നമുക്ക് 133 നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഡി 140 എടുക്കുന്നു, റൗണ്ട് ഓഫ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ കെ ഡബ്ല്യുവിനകത്ത് അതിൽ ഇട്ട് കൊടുക്കുന്നു. കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ 373.72 കിലോ വാട്ടെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ റേഞ്ച് എന്ന് പറയുന്നത് പേജ് നമ്പർ 318 14.18 ബി ടേബിൾ നോക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് വി 18.85 അതിൻ്റെ 140 കറസ്പോണ്ടിങ് ആയിട്ട് 3.72 നിയറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ 18.85 140 കറസ്പോണ്ടിങ് ആയിട്ടൊരു കിലോ വാട്ടിൻ്റെ വാല്യൂസ് ആ ടേബിളിലുണ്ട്. അപ്പോൾ നമുക്ക് 3.6 സംതിങ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് 3.72 കിട്ടുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. ഫോർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർ ബി ബെൽറ്റ് ഹാവിങ് നോമിനൽ ഇൻസൈഡ് ലെങ്ത് 1:1 നമുക്കിനി കറക്ഷൻ ഫാക്ടർ ഫോർ ലെങ്ത് കെ എൽ കണ്ടുപിടിക്കണം. പേജ് നമ്പർ 324 14.20 നോക്കുകയാണെങ്കിൽ ഈ ഇൻസൈഡ് ലെങ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ എൽ വാല്യൂ കിട്ടും. 1:1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ എൽ വാല്യൂ, അതിനെ കറക്ഷൻ ഫാക്ടർ ഫോർ ലെങ്ത് എന്നാണ് കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീറ്റ എസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 177 അപ്രോക്സിമേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 325 14.21 ടേബിൾ എടുക്കുകയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ 177 കറസ്പോണ്ടിങ് ആയിട്ടുള്ള V2V ട്രാൻസ്മിഷൻ കോളത്തിന് നേരെയുള്ള കറക്ഷൻ ഫാക്ടർ ആർക്ക് ഓഫ് കോൺടാക്റ്റ് കറക്ഷൻ ഫാക്ടർ KA എടുക്കുന്നു. അതിനുശേഷം നമ്മൾ n ഡാഷിൻ്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു. n-ൻ്റെ വാല്യൂ 5.5 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഈക്വൽ ടു 6 ബെൽറ്റ്, അതായത് നമ്പർ ഓഫ് ബെൽറ്റാണ് n ഡാഷ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ബെൽറ്റ് സ്പെസിഫിക്കേഷൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബി ബെൽറ്റാണ് നമ്മൾ സെലക്ട് ചെയ്ത ബെൽറ്റ്, അത് ബി എന്ന് എഴുതുന്നു. അതിനുശേഷം നമ്മുടെ നോമിനൽ ഇൻസേർട്ട് ലെങ്ത് 1:1 എന്ന് കിട്ടി. അതാണ് നമ്മുടെ ബെൽറ്റ് സ്പെസിഫിക്കേഷൻ. ഫിഗർ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ വരച്ച പോലെ ഒരു ഫിഗർ വരയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഡിസൈൻ ഓഫ് വി ബെൽറ്റിൻ്റെ രണ്ടാമത്തെ പ്രോബ്ലത്തിൻ്റെ എക്സ്പ്ലനേഷൻസ്. ഓക്കെ, താങ്ക് യു.